എന്റെ പാർട്ട്ണർ ഞാൻ എത്രയൊക്കെ ലവ് എക്സ്പ്രസ് ചെയ്താലും മനസ്സിലാവുന്നേ ഇല്ല. കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിക്കും ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ പലപ്പോഴും റിലേഷൻഷിപ്പിൽ പുലമ്പാറുള്ളവരാണ് നമ്മളിൽ പലരും, അല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ അവർക്ക് മനസ്സിലാവാത്തെ? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങളുടെ ലവ് ലാംഗ്വേജിലാണ്, അവരുടെ ലാംഗ്വേജിലല്ല. മലയാളിയായ നമ്മള് ഒരു കൊറിയക്കാരനോട് ചെന്ന് മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അതുപോലെ തന്നെയാണ് സ്നേഹത്തിന്റെ കാര്യത്തിലും. ലവിനും ഒരു ലാംഗ്വേജ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ അവർക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. അപ്പൊ നമുക്ക് നമ്മളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ അത് യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാമെന്നൊന്ന് നോക്കിയാലോ? അപ്പോൾ ഡിയർ ലൈഫ് ടോക്ക് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മലയാളി ലൈഫ് കോച്ച്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജിനെ കുറിച്ചാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് കുറച്ച് ബേസിക് തിയറി നോക്കാം. എല്ലാ മനുഷ്യരും ലോകം എക്സ്പീരിയൻസ് ചെയ്യുന്നത് 5 സെൻസസിൽ കൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, അല്ലെ? അതായത് കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ലവ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും സെയിം രീതിയിൽ തന്നെയാണ്. അപ്പോ ഏതൊരു മനുഷ്യനും ഇതിൽ ഒരു സെൻസ് അവർ യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും, ഡോമിനന്റ് ആയിരിക്കും. കൂടുതലും അത് കാഴ്ച, കേൾവി ആൻഡ് സ്പർശം. ഓക്കെ, ഇതായിരിക്കും ഏറ്റവും കൂടുതൽ. അതായത് വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസെറ്റിക് ആണ് ഏത് മനുഷ്യനും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെൻസ്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ഒരു വിഷ്വൽ പേഴ്സൺ ആണെങ്കിൽ അവരോട് നമ്മൾ വിഷ്വൽ രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ഒക്കെ നമ്മുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതേസമയം ഒരു ഓഡിറ്ററി പേഴ്സൺ ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളെ പങ്കാളി ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലേ? അത് വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചു നേരം ഒരു 2-3 മിനിറ്റ് അവരോട് അവർ പോയതിൽ അല്ലെങ്കിൽ കണ്ടതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിനെ പറ്റി വെറുതെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു നോക്കുക. ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ, അത് കണ്ടു, ഞാൻ അവിടെ പോയപ്പോൾ ഇത് കണ്ടു, ഭയങ്കര കളർഫുൾ ആയിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ, ഈ കണ്ടു കളർഫുൾ ആയിട്ടുള്ളത്, അങ്ങനെ കാഴ്ചകളെയാണ് കൂടുതൽ വർണ്ണിക്കുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് പേഴ്സൺ വിൽ ബി വിഷ്വൽ പേഴ്സൺ. അതേസമയം ഇപ്പൊ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഉള്ള കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കേട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഭയങ്കര ഒച്ചയായിരുന്നു ആ പാർട്ടിക്ക് പോയപ്പോഴത്തേക്കും, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ആള് കൂടുതലും ഓഡിറ്ററി ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇപ്പൊ പോയ സ്ഥലത്തെ കുറിച്ചുള്ള ഫീലിംഗ് ആണ് പറയുന്നെങ്കിൽ, നല്ല തണുപ്പായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു, ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു, അവിടെ പോയപ്പോ തണുത്ത കാറ്റിൽ ഇങ്ങനെ മുടിയൊക്കെ നല്ലോണം പറക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ ദ പേഴ്സൺ മൈറ്റ് ബി കൈനസ്തെറ്റിക്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ പാർട്ട്ണർ ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം സംസാരിക്കുമ്പോൾ തന്നെ ആ ആൾ സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവർ കണ്ട കാര്യങ്ങളെ കുറിച്ചാണോ എക്സ്പ്ലെയിൻ ചെയ്യാറ്, ഇല്ല കേൾക്കുന്ന കാര്യത്തിനെ കുറിച്ചാണോ എക്സ്പ്ലെയിൻ ചെയ്യാറ്, അതോ ഫീൽ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇനി ഓരോ കാറ്റഗറി പെട്ട ആൾക്കാരോടും എങ്ങനെയാണ് നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു പേഴ്സൺ കൈനസ്തെറ്റിക് ആണെങ്കിൽ അവർക്ക് കാഴ്ചയ്ക്കാണ് കൂടുതൽ ഡോമിനൻസ് ഉള്ളത്, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ചകളുടെ കൂടെയാണ് ഇഷ്ടം മനസ്സിലാവുന്നത്. അതിനുവേണ്ടി നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പറൊക്കെ റാപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് കൊടുക്കാവുന്നതാണ്. നല്ലൊരു മൂവി, ഒന്നിച്ചിരുന്ന് നിങ്ങൾക്ക് മൂവി കാണാം, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി മൂവി കാണാം. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നമുക്ക് അറേഞ്ച് ചെയ്യാം. കാഴ്ച കാണാൻ നല്ല ഭംഗിയുള്ളത് എന്തും അവർക്ക് ഇഷ്ടപ്പെടും. ഏതെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോവുക, ഒരു നല്ല ആംബിയൻ്റ് ആയിട്ടുള്ള കഫേയിലോ അല്ലെങ്കിൽ നല്ലൊരു മലമുകളിലോ, അങ്ങനത്തെ ട്രക്കിങ്ങോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളത് എന്തും അവർക്ക് ഇഷ്ടപ്പെടും, റൈറ്റ്? അതുപോലെ തന്നെ സംസാരത്തിലും നിങ്ങൾ ഓക്കെ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾക്ക് സ്നേഹം കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നതും, ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ നിങ്ങൾ അവര് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടുന്നതും അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാഴ്ചയിൽ അത് നിങ്ങളെ ഭയങ്കര സുന്ദരനോ സുന്ദരിയോ ആക്കി തോന്നിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചയ്ക്ക് കൂടുതൽ ഡോമിനൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി ചെയ്യാം. ഇനി നിങ്ങളുടെ പേഴ്സൺ ഓഡിറ്ററി ആണെങ്കിൽ, അതായത് കേൾവിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആളാണെങ്കിൽ, നമുക്ക് വേർഡ്സിൽ കൂടെ നമുക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഐ ലവ് യു പറയുന്നതും നീ ഭയങ്കര സുന്ദരിയാണെന്നും അല്ലെങ്കിൽ പറയുന്നതും ഒക്കെ വേർഡ്സ് ഓഫ് അഫർമേഷൻസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഓഡിറ്ററി പേഴ്സൺ.
അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾ ചെയ്യുന്നതാണെങ്കിലും, ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം രണ്ടുപേരും ഒരു ഹെഡ്സെറ്റ് ഷെയർ ചെയ്ത് പാട്ട് കേൾക്കുന്നതാണെങ്കിലും, അങ്ങനെ കേൾക്കുന്ന രീതിയിലുള്ള എന്ത് ചെയ്യുന്നതും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി നിങ്ങളുടെ പേഴ്സൺ കൈനസ്തെറ്റിക് ആണെങ്കിൽ അവർക്ക് കൂടുതലും സ്പർശനം അല്ലെങ്കിൽ ഫീലാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്, അല്ലെ? അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഹഗ് ചെയ്യുന്നതോ നെറ്റിയിൽ കിസ് ചെയ്യുന്നതോ അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സേഫ് ഫീലിംഗ് അവർക്ക് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇടാൻ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് വാങ്ങി കൊടുക്കുന്നതാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. അതുപോലെ നല്ല ഫീൽ തരുന്ന സ്ഥലങ്ങൾ കാണാൻ പോകുന്നതാണെങ്കിലും, ആംബിയൻസ് ഉള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും, പിന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ആക്ട് ഓഫ് സർവീസസ്, എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഇതൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജിലല്ല, നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലാംഗ്വേജിലാണ്. നിങ്ങളുടെ പാർട്ട്ണർ എന്ത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കി ആ രീതിക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ? അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങളുടെ പാർട്ട്ണർ ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന് കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറിന് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡ് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ.